ഹെയർ ബ്ലാക്ക് ആവാതിരിക്കാൻ തീരത്തായിട്ട് കാര്യമുണ്ട്. നമ്മൾ വിസിബിളായിട്ട് പുറമേ കാണുന്ന ഹെയറിന്റെ പേരാണ് ഹെയർ ഷാഫ്റ്റ്. ഹെയർ ഷാഫ്റ്റ് 3 ലെയർ ഉണ്ട്. ഫസ്റ്റ് ലെയർ ആണ് ക്യൂട്ടിക്കൽ. ക്യൂട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിന്റെ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ലേ? ഓക്കെ, ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പൊതുവായിട്ട് നമ്മൾ മീനിന്റെ പുറത്തിറങ്ങുന്ന ചിതമ്പലില്ലേ, അതാണ് മീനിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ. അതുപോലെ ഹെയറിനും ഉണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതാണ് ക്യൂട്ടിക്കൽ. ക്യൂട്ടിക്കൽ എത്രത്തോളം ഷൈനിങ് ആയിരിക്കും, ഹെയർ കാണാനും എത്രത്തോളം ഷൈനിങ് ഉണ്ടായിരിക്കും. അടുത്തതായി കോട്ടക്സ്. കോട്ടക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിന്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തെന്നാൽ ഇതിലാണ് സ്ട്രെങ്ത്, ബോൺസ്, കളർ പിഗ്മെന്റ്സ്, മോയ്സ്ചർ, കെരാറ്റിൻ, പ്രോട്ടീൻ ഇതെല്ലാം ഇതിലായിരിക്കും. അടുത്തതാണ് മെഡുല. മെഡുല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിന്റെ നടുക്കുള്ള മുള്ളില്ല, അതുപോലെ ചില മുടിക്കുണ്ടാവും, ചില മുടിക്ക് അത് കാണത്തില്ല. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ടിക്കലാണ് പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ലെയർ പ്രൊട്ടക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ സിറം യൂസ് ചെയ്യണം. അടുത്തത് കോട്ടാക്ട്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുന്നത് നല്ലതാണ്. ലാസ്റ്റ് മെഡുല. മെഡുല ഫൈൻ ഹെയർ ആൻഡ് തിൻ ഹെയർസിൽ ഇത് കാണാറില്ല. ഇതിനായിട്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓയിൽ കൺവേർട്ട് ചെയ്ത് വന്നായിരുന്നു. ഇതെല്ലാം ഞാനിപ്പോൾ എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് നല്ലപോലെ ഹെയർ കെയർ ചെയ്യാൻ സാധിക്കും. കൂടുതൽ വീഡിയോയ്ക്കായി പോകണം.